ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ പദ്ധതി കോടതിയിലേക്ക് കയറുകയാണ്, കോടതി കയറാൻ ഒരുങ്ങുകയാണ്. ഇവിടെ കോടതിയിൽ ഈ പദ്ധതിക്കെതിരെ, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുഭവിക്കുന്നതിനെതിരെ ഇവിടെ തുല്യനീതി ഇല്ലാതായി എന്ന് അവകാശപ്പെട്ടൊരു ഹർജി എത്തുകയാണ്. ഈ തുടക്കത്തിൽ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടതി കയറുമ്പോൾ ഇവിടെ ഒരു കല്ലുകടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ സർക്കാരിന്റെ VD സതീശന്റെ സ്വപ്ന പദ്ധതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് നിർദ്ദേശിച്ച പദ്ധതി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച പദ്ധതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര ഒരു പദ്ധതിക്ക് തുടക്കത്തിൽ തന്നെ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഇത് കോടതി കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? പറഞ്ഞാൽ തന്നെ ഒന്നാമത്തെ ദിവസം ഉദ്ഘാടനം നടന്ന ദിവസം തന്നെ പദ്ധതിക്കെതിരെ ഒരു ഹർജി റിട്ട് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. കോടതി ഇത് ഫയൽ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും വലിയ കാര്യം. കോടതി ഹർജി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് തുല്യതക്കുള്ള അവകാശ ലംഘനം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭരണഘടനാ ലംഘനമാണ് ഈ സൗജന്യ പദ്ധതി എന്നാണ് പറഞ്ഞത്. അതിൽ അദ്ദേഹം പറയുന്നത്, പരാതിക്കാരൻ പറയുന്നത്, ഒരു നല്ല ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരു സ്ത്രീ സൗജന്യമായി പോകുമ്പോൾ ഒരു ദിവസ ജോലിക്കാരൻ അല്ലെങ്കിൽ ദിവസ കൂലി വേലക്കാരൻ ചെറിയ പൈസക്ക് ശമ്പളമുള്ള ഒരാൾ പൈസ കൊടുത്തിട്ട് ബസ്സിൽ പോകേണ്ടി വരുന്നു. ഇത് വിവേചനം ഉണ്ടെന്നുള്ളൊരു വാദമാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭരണഘടനാ ലംഘനമാണ്, ഇതൊരു വിഭാഗത്തിന് മാത്രം പരിഗണിക്കുന്ന തുല്യത എന്നുള്ള സാധനത്തിന് റദ്ദ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഈ ഹർജി കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 14, 15 ഒന്നും ലംഘിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഹർജി കൊടുത്തത്. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഫയൽ സ്വീകരിക്കാൻ കാരണം തന്നെ ഈ തുല്യത ഈ ലിംഗവിവേചനം പ്രകാരമുള്ള ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞത്. 2 ആർട്ടിക്കിളിലും 2 സാധനത്തിന് ലംഘിക്കുന്നു എന്ന് പറയുന്നത് അതിൽ ആ വാദത്തിലൊരു വാദത്തിൽ കഴമ്പുണ്ട് എന്നത് ഒരു നിരീക്ഷണത്തിൽ തന്നെ ആകാം ഫയൽ സ്വീകരിച്ചത്. പക്ഷെ അതിൽ തന്നെ മറ്റൊരു ഘടകം വരുന്നുണ്ട്. ഇത് മറ്റു സംസ്ഥാനങ്ങൾ, നമുക്കറിയാം 8 സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ഈ സംസ്ഥാന ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്നുണ്ട്. കർണാടകയും ഡൽഹിയും ഉൾപ്പെടെ. ഈ കർണാടകയിലും ഡൽഹിയിലും ഇതിനെതിരെ സമാനമായ പരാതികൾ വന്നിരുന്നു. അന്ന് ഈ പരാതികൾ തള്ളിപ്പോവാണ് ചെയ്തത് കോടതിയിൽ നിന്ന്. ആർട്ടിക്കിൾ 15 മുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ആനുകൂല്യം നൽകാനുള്ള ഒരു പ്രൊവിഷൻസ് വരുന്നുണ്ട്, നമ്മുടെ ആർട്ടിക്കിൾ തന്നെയുണ്ട്. അപ്പോൾ അത് മുൻനിർത്തിയാണ് ഈ സർക്കാരുകൾ ഇത് ചെയ്തതെന്ന നിരീക്ഷണത്തിലായിരുന്നു ഈ 2 ഹർജികൾ തള്ളിപ്പോയത്. അതുകൊണ്ട് തന്നെ ഈ വാദം ഹർജി സ്വീകരിച്ചുകൊണ്ട് തന്നെ 2 വാദം കേട്ടതിന് ശേഷമായിരിക്കും കോടതി ഒരു തീരുമാനത്തിലെത്തുക. ഈ പറഞ്ഞ പോലെ 2 വാദങ്ങൾക്കും കഴമ്പുണ്ട്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും ഇതിന്റെ വിധി എന്താണെന്ന്. ഡൽഹിയിലെ പിങ്ക് ടിക്കറ്റ്, അതുപോലെ തന്നെ കർണാടകയിലെ ശക്തി പദ്ധതി, ഈ 2 പദ്ധതികളാണ് അവിടെയും കോടതി കയറിയത്. ഇപ്പം കേരളത്തിൽ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ പ്രിയദർശിനി പദ്ധതി കോടതിയിലേക്ക് കയറുകയാണ്. ഇപ്പൊ നമ്മൾ ലിജിനി ആദ്യം പറഞ്ഞ പോലെ കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ, സർക്കാരിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ കേരളത്തിലും അതിനുള്ള സാധ്യത തന്നെയല്ലേ നിലവിലുള്ളത്? തീർച്ചയായും നമ്മളിപ്പം സമാനമായ കോടതി, ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞാൽ വാദങ്ങൾ കേട്ട ശേഷം സമാനമായ കോടതി വിധികൾ എന്തായാലും അത് പരിഗണന വിഷയമായിട്ട് എത്തും. ഡൽഹിയിലെ പിങ്ക് ടിക്കറ്റ് എന്ന് വന്നപ്പം അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടിക്കിൾ 15 മുതലേ അനുകൂലമായ വിവേചനം, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു പ്രത്യേക ആനുകൂല്യം നൽകാനുള്ള ഇതുണ്ടെന്നുള്ള പ്രൊവിഷൻ വെച്ചിട്ടാണ് ഒരു വിവേചനമല്ല, അനുകൂലമായ വിവേചനമാണെന്ന് പറഞ്ഞിട്ടാണ് കോടതിയെ തള്ളിയത്. അതുപോലെ തന്നെ ഇത്തരം പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുമെന്നും പൊതുഗതാഗതത്തിൽ ഉൾപ്പെടെയുള്ള കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്ന നിരീക്ഷണം കൂടി ഡൽഹിയിൽ നിന്ന് കോടതി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് തള്ളിപ്പോയത്. കർണാടകയിലേക്ക് എത്തുമ്പോൾ ശക്തി പദ്ധതിക്കെതിരെയായിരുന്നു ഇതേപോലെ ഒരു ഹർജി പോയത്, പൊതുതാൽപര്യ ഹർജിയായിരുന്നു. അപ്പം സർക്കാർ നയപരമായ തീരുമാനം എന്ന രീതിയിലാണ് പരിഗണിച്ചത്. സർക്കാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, ഇവിടുത്തെ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നത്, സ്ത്രീകൾ കൊടുക്കുന്നത്, അത് ഭരണഘടനാ ലംഘനമല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതുപോലെ തന്നെ കേസിന് വീണ്ടും വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു. ഇത്തരം ബസ്സുകളിൽ തിരക്ക് കൂടുതലാണ്, അതുകൊണ്ട് യാത്ര സുഗമാവുന്നില്ല എന്ന്. ആ പരാതിയും കോടതി പരിഗണിച്ചു. അതിനുള്ള വിധി എന്നത് സർക്കാർ ഒരു നിർദ്ദേശം നൽകുമായിരുന്നു, കൂടുതൽ ബസ്സുകൾ രംഗത്തിറക്കണം, അതായത് ബസ്സിലെ തിരക്ക് കുറക്കാൻ കൂടുതൽ ബസ്സുകൾ ഇറക്കാൻ വേണ്ടതെന്ന്. അല്ലാതെ ആ പദ്ധതി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ല. കാരണം ഒരു ആനുകൂല്യം നിൽക്കുന്ന ഒരു പദ്ധതി, ഒരു ക്ഷേമ പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് ആ കോടതി കണ്ടേക്കുന്നത്. 2 കോടതിയിൽ നിന്നും പദ്ധതി തള്ളിയില്ല, പദ്ധതിക്ക് അനുകൂലമായ വിധിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി പ്രതീക്ഷിക്കാമെന്ന് പറയാം. പക്ഷേ കോടതി വിധി കേൾക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഒരു കല്ലുകടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത് തന്നെ ഏതായാലും കേരളത്തിൽ ഇന്ന് പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചു. തുടക്കത്തിലെ തന്നെ സ്ത്രീകളുടെ വളരെയധികം പങ്കാളിത്തം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി VD സതീശനടക്കം ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഈ ഓർഡിനറി ബസ്സുകളിൽ ഒരു 3000-ലധികം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുള്ളത്. പിന്നീട് ഇത് പഠിച്ച ശേഷം കൂടുതൽ ബസ്സുകളിലേക്ക് അതിൽ തന്നെ വിവാദവും വന്നിട്ടുണ്ട്. മറ്റേ ഓർഡിനറി ബസ്സുകൾക്ക് സിറ്റി ഫാസ്റ്റ് ബസ്സുകളുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പല റിപ്പോർട്ടുകൾ പുറത്തിരുന്നുണ്ട്. പക്ഷെ അതിന് വിവിധ ഡിപ്പോകളും പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഓർഡിനറി ബസ്സുകളെല്ലാം ഓർഡിനറി ആയിട്ട് പ്രിയദർശിനി ടിക്കറ്റ് വെച്ചിട്ടാണ്, പ്രിയദർശിനി പദ്ധതിയുടെ സ്റ്റിക്കർ വെച്ചിട്ടാണ് ഓടുന്നുണ്ട്. സിറ്റി ഓർഡിനറി ബസ്സുകൾ അത് ബസ്സിന്റെ കളർ നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വിവാദമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുമ്പോൾ തന്നെ CPM പദ്ധതിയിൽ നിന്ന് വിട്ടു നിന്നല്ലോ. അപ്പം സൈബർ അടുത്ത് വല്ലാത്ത നടക്കുന്നുണ്ട്. അതായത് പദ്ധതി ഇപ്പം തന്നെ പൊളിഞ്ഞു, സ്ത്രീകളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഓർഡിനറി ബസ്സിൽ എന്ന് പറഞ്ഞു, ഓർഡിനറി ബസ്സുകൾക്ക് സിറ്റി ഫാസ്റ്റിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പകുതി ആനുകൂല്യം കിട്ടാത്ത രീതിയിലാക്കുവാണെന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയ
മഹിളാ മോർച്ചയുടെ ഒരു ഇത് അത് ഫാസ്റ്റ് ബസ് കയറിയിട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിന് ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അത് BJP നമുക്കറിയാം, കഴിഞ്ഞ മെയ് മാസം 15 സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുന്നേ തന്നെ പ്രതിഷേധം ആരംഭിച്ചിരുന്നല്ലോ, ഈ പറഞ്ഞ സൗജന്യം ലഭിച്ചില്ല എന്ന്. ഇന്നും അവർ പറഞ്ഞത് എല്ലാ ബസ്സുകളിലും കേരളത്തിൽ എല്ലായിടത്തും കിട്ടുന്ന പറഞ്ഞത് അത് ലഭിച്ചില്ല എന്നാണ്. അത് രാഷ്ട്രീയമായിട്ട് പറയാൻ പറ്റും. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ UDF-ന്റെ നേതാക്കളെല്ലാം, കോൺഗ്രസ് നേതാക്കൾ, ഈ KC വേണുഗോപാലും പിടിച്ചതിന് ഉൾപ്പെടെ നേതാക്കളെല്ലാം പറഞ്ഞ കേരളത്തിലെല്ലാം സൗജന്യയാത്ര എന്നാണ്. പക്ഷെ അതിന് സമയം കൊടുക്കണം. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിവാദത്തിൽ കൊണ്ടുപോകണമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ വന്ന് ഈ ഹർജിയിൽ വേറെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ആഘാതമോ അല്ലെങ്കിൽ ഇതിൻ്റെ നയപരമോ കാര്യമോ പഠിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ മന്ത്രിസഭ വന്നപ്പോൾ തന്നെ അതൊരു തീരുമാനമായി ഉത്തരവായി പ്രഖ്യാപിക്കണത് അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അതും സർക്കാർ കോടതിയുടെ പരിഗണന വിഷയത്തിൽ വരുന്നേക്കാം. കാരണം ഒരു വാഗ്ദാനം അത് അതേപോലെ സർക്കാർ ഉത്തരവായി വരുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അതിന് സമയമെടുക്കാനോ ഒന്നും തയ്യാറായില്ല എന്നൊരു വലിയ വിമർശനം കൂടി പരാതിക്കാരൻ റിട്ട് ഹർജിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ KSRTC പറയുന്നത്, KSRTC പ്രാഥമികമായിട്ട് ഒരു പഠനം നടത്തിയിരുന്നു. ഇത്ര രൂപയായിരിക്കും ഒരു മാസം ഒരു ദിവസം ഇത്ര രൂപ നഷ്ടം വരും എന്നൊക്കെ പറയുന്നത് കണക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പെൻഷനും ശമ്പളവും കൊടുക്കാനുള്ളതിന് പുറമെ ആണ് ഈ സർക്കാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാഥമിക പരിശോധന KSRTC നടത്തിയിരുന്നു. ആ റിപ്പോർട്ട് പിന്നെ സർക്കാരിന് കൈമാറുകയും അതിനുശേഷമാണ് ഈ ഓർഡിനറി ബസ്സുകൾ മാത്രമായി. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബസ്സുകളിലും നടത്തുക എന്ന് പറഞ്ഞാൽ പ്രാഥമിക കാര്യം. അത് ഇപ്പം പ്രായോഗികമാകുമെന്ന് അറിയില്ല. ഒന്നാമത് ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ അറിയാം, KSRTCയുടെ അവസ്ഥയിൽ പെൻഷനും ശമ്പളവും കൊടുക്കാൻ ഇല്ല എന്നുള്ളൊരു വലിയ അവസ്ഥയിലാണ് എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ പദ്ധതി വേണ്ടത്. ഇപ്പോൾ സർക്കാർ ഇത് ഈ കോമ്പൻസേഷൻ ചെയ്യാൻ വേണ്ടിയാണല്ലോ 0 ടിക്കറ്റ്, പ്രിയദർശിനി ടിക്കറ്റ് കൊടുക്കുന്നത് സ്ത്രീകളുടെ എണ്ണം കണക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബസ്സിലേക്ക് സ്ത്രീകളുടെ എണ്ണം കൂടും. ഞാൻ കാണുന്ന പദ്ധതി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചറിലൊക്കെ കയറിയിട്ട് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വിമർശിക്കാനായിട്ടില്ല. ഒരു 100 ദിവസത്തെ സമയമാണ്, 100 ദിവസമാണ് ഈ പരീക്ഷണം നടത്തുന്നത് ഓർഡിനറി ബസ്സുകളിൽ. അതിനുശേഷം പഠിച്ചതിന് ശേഷം മറ്റു ബസ്സുകളിലേക്ക് വിപുലീകരിക്കുന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നില്ല എങ്കിൽ പിന്നെ ഈ പറഞ്ഞാൽ എനിക്ക് ഏതൊരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഒരു വാഗ്ദാനം വന്നാൽ 5 വർഷം ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം, നമ്മൾ പെട്ടെന്ന് നടപ്പിലാക്കി 5 വർഷമുണ്ട്. 5 വർഷം അവർക്ക് പടിപടിയായിട്ട് എല്ലാ ബസ്സുകളിലും കൊടുത്തതില്ല പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇതിനൊരു പ്രതിഷേധം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ വാദം ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇന്ന് മെൻസ് അസോസിയേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ രാവിലെ. പിന്നെ അതിൻ്റെ തന്നെ പ്രസിഡന്റ് പറഞ്ഞത് നമ്മുടെ മെൻസ് അസോസിയേഷൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പറഞ്ഞാണ് അവർ ബസ്സുകളിൽ നിർത്തിയിട്ട് സൈഡിൽ നിന്ന് പ്രതിഷേധിച്ചത്. അങ്ങനെ വളരെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും നല്ലൊരു കോടതി പരിഗണിക്കേണ്ട വിഷയമായിട്ട് തന്നെ മാറുന്നുണ്ട്. പക്ഷെ അപ്പോൾ അത് നല്ലൊരു പദ്ധതിയാണ് നമുക്കിപ്പോൾ നിലവിലെ അവസ്ഥയിൽ തോന്നുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് കിട്ടുന്ന രീതി കറക്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് നല്ലതാണ്. പക്ഷേ രസകരമായ പല കാര്യങ്ങളും പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാം എന്തായാലും പണ്ടൊരു സ്വിഫ്റ്റ് വന്ന സമയത്ത്, KSRTC സ്വിഫ്റ്റ് ബസ് വന്ന സമയത്ത് നമ്മൾ മാധ്യമങ്ങളുടെ രീതി ഉണ്ടായിരുന്നു. സ്വിഫ്റ്റ് ബസ്സിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പിടിച്ചാൽ സ്വിഫ്റ്റ് ബസ്സിൽ മയക്ക് വരുന്നത്, സ്വിഫ്റ്റ് ബസ് പിടിച്ചു, സ്വിഫ്റ്റിനെ അങ്ങനെ പല വാർത്തകളും വന്നിരുന്നു. അതുപോലെ തന്നെ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. കൊല്ലത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ തലയിൽ ചൂട് പായസം കൊണ്ട് ഒരു വാർത്ത നടത്തല്ലോ. ആ ബസ് കുറച്ച് കഴിയുമ്പോൾ പണി മുടക്കി, പിന്നെ മറ്റൊരു ബസ്സിലാണ് കൊണ്ടുപോയത്. ആദ്യ ബസ് തന്നെ യാത്ര മുടക്കി എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ കല്ലടിയായിരുന്നു. അപ്പം ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് നമ്മൾ ഈ ഓർഡിനറി പ്രിയദർശിനി ബസ്സുകൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒരു വാർത്തയിൽ നിൽക്കുന്ന ഉറപ്പാണ്. ആ രീതിയിൽ തന്നെ അത് പോകും. എങ്കിലും നല്ലൊരു പദ്ധതിയായിട്ട് നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ഇപ്പോൾ ഈ പ്രിയദർശിനി ബസ് വാർത്തകളിൽ നിറയുമെന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം മെൻസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നുള്ള എതിർപ്പ് നമ്മൾ പറഞ്ഞു, അത് കാര്യമാക്കേണ്ടതില്ല. മുൻ മന്ത്രി ഗണേഷ് കുമാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികളായ ആൺകുട്ടികൾക്കും കൂടി പിന്നെ സൗജന്യം കൊടുക്കണമെന്ന്. അതൊരു നല്ലൊരു നിർദ്ദേശം തോന്നുന്നുണ്ട്. കാരണം കർണാടകയിൽ ഇപ്പം വിദ്യാർത്ഥികൾക്കെല്ലാം സൗജന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇപ്പം പെൺകുട്ടികൾക്ക് എന്തായാലും ഇപ്പം കിട്ടും. അതിനനുസരിച്ച് ആൺകുട്ടികളും കൂടെ കിട്ടുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അത് മറ്റൊരു കാരണം, ഇന്നലെ നമ്മൾ KSRTC 8 നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നല്ലോ ഈ പദ്ധതിയായിട്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അമ്മയുടെ യാത്ര ചെയ്യുന്ന ആൺകുട്ടികൾക്കാണെങ്കിൽ ഹാഫ് ടിക്കറ്റ് എടുക്കണമെന്ന്, പെൺകുട്ടികൾക്ക് അത് വേണ്ട. അതിലൊരു വിവേചനം, കുട്ടികൾക്കിടയിൽ വിവേചനം ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം സംശയം ബാക്കിയാണ്. അപ്പോൾ കുട്ടികൾക്കും വന്നാൽ അത് വലിയൊരു ആശ്വാസമായി മാറി കുടുംബങ്ങൾക്കെല്ലാം. പക്ഷെ അതിനൊപ്പം തന്നെ ഒരു പ്രശ്നം ഇവിടെ മറുവശത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ ഭാഗത്തുനിന്ന് ഒരു 10 ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഇവരുടെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുണ്ടാവും. വേണ്ടി വന്ന ചിലപ്പോൾ ഒരു സമരത്തിലേക്ക് കിടക്കാനുള്ള സാധ്യത, അതിനുള്ള സൂചന അവർ നൽകിയിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് ഈ വാഗ്ദാനം നൽകിയത് പൂർണ്ണമായിട്ട് നിറവേറ്റാൻ പറ്റിയില്ല എന്നൊരു ആരോപണം. കാരണം വെച്ച് കഴിഞ്ഞാൽ CPM അടക്കം BJP അടക്കം അത് ഉന്നയിച്ചു കഴിഞ്ഞു. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര എന്നുള്ളൊരു കാര്യമായിപ്പോയി. മറുവശത്ത് ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ സമരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ശക്തമായ തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ
സർക്കാർ വളരെ പ്രതിരോധത്തിലേക്ക് പോകും. അക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് വളരെ ഒരു നിർണായക ഘട്ടമായിരിക്കും. അത് ഈ ബജറ്റാണ് ഈ പറഞ്ഞ പോലെ ബജറ്റ് അവതരണം വരെ കാത്തിരിക്കുന്നതാണ് ബസ് ഉടമകളെ പിന്നെ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്, ഓപ്പറേറ്റർ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ബജറ്റിൽ ഒരു നല്ല പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവർ സമരത്തിലേക്ക് കടക്കും. അതിന് നമ്മൾ കുറ്റം പറയാൻ വരുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെയൊക്കെ സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ തന്നെയാണ് പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നത്. അപ്പം അതിന് വില വർധനവ് നിലവിൽ വന്നിട്ടില്ല. വിദ്യാർത്ഥികളുടെ കൺസെഷൻ വിഷയം ആവശ്യം അവർ വർഷങ്ങളായിട്ട് ഉന്നയിക്കുകയാണ്. അതിലും വലിയൊരു വർധന അവർക്ക് കിട്ടുന്നില്ല. അപ്പം പ്രൈവറ്റ് ബസ്സിലേക്ക് സ്ത്രീകളെല്ലാവരും പോയി കഴിഞ്ഞാൽ ഈ ബസ്സിലേക്ക് സ്ത്രീകൾ കയറാതെ ആയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം. വേറൊരു സാധനമുണ്ട്, സ്ത്രീകൾ മാത്രമല്ല, ഇപ്പം ഞാനും എൻ്റെയും ഭാര്യയും പോവുകയാണെങ്കിൽ ഒരു ഓർഡിനറി ബസ് ഒരു പ്രൈവറ്റ് ബസ്സും വരുന്നുണ്ട്. നമ്മൾ ഓർഡിനറി ബസ്സിലല്ലേ കയറും. കാരണം എൻ്റെ ടിക്കറ്റ് മാത്രം എടുത്താലോ ഭാര്യ ടിക്കറ്റ് എടുക്കേണ്ട നമ്മൾ കാണും, പുരുഷന്മാർക്കില്ല എങ്കിൽ കൂടി. അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് ബസ്സിലേക്ക് ആൾക്കാർ കയറാത്ത വലിയ രീതിയിലുള്ള പ്രശ്നം വരും. പിന്നെ ഈ ഓർഡിനറി ബസ്സുകൾ ഇല്ലാത്ത റൂട്ടിൽ മാത്രമേ ഇത് കിട്ടുന്നത്. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാ റൂട്ടിലും എല്ലാ സമയത്തും ഓർഡിനറി ബസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ടൈമിൽ മറ്റു ബസ്സുകളിൽ കയറും. അങ്ങനെ കിട്ടുന്നവരെ മാത്രം, അതായത് ഓർഡിനറി ബസ്സുകൾ ഇല്ലാത്ത റൂട്ടുകളിൽ അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കാൻ പറ്റാത്ത റൂട്ടുകളിൽ മാത്രം സ്ത്രീകൾ പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന അവസ്ഥ വന്നാൽ അത് ഈ ഒരു സ്വകാര്യ മേഖലയെ വല്ലാത്ത ബാധിക്കുകയാണ്. അവരുടെ പറഞ്ഞാൽ ഇപ്പം തന്നെ പറയാം, അവരിപ്പോൾ തന്നെ ഒരു പണി മുടക്കിയാൽ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തൊഴിലാളികളൊക്കെ ഉള്ളത്, ബസ് ഉടമകളൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് നല്ലൊരു പാക്കേജ് അത്യാവശ്യമാണ്. എനിക്കൊന്നും അന്നേരം കണ്ട് കാണും. കാരണം ഇപ്പോൾ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അധികാരത്തിൽ എത്തിക്കഴിയുമ്പോൾ നടപ്പിലാക്കാൻ പോകുമ്പോൾ ഏറ്റവും വസ്തുത പ്രശ്നം നമ്മൾ പറഞ്ഞ പോലെ ഈ കേസൊക്കെ ഇപ്പം രണ്ടാമതാണല്ലോ. ആദ്യം അവർ മുന്നിൽ കാണുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യ ബസ്സിൻ്റെ തന്നെയായിരിക്കും. അപ്പോൾ അവരെ എങ്ങനെ ഒരുമിച്ച് നിർത്താം? ഇല്ലെങ്കിൽ സ്വകാര്യ മേഖല പറഞ്ഞാൽ നമ്മളിപ്പം ഈ തെക്കൻ കേരളത്തിലേക്കൊക്കെ KSRTC കൂടുതലുണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പം സ്വകാര്യ ബസ്സുകളാണ് കൂടുതൽ വരുന്നത്. ഒരു വലിയൊരു വ്യവസായം തന്നെയാണ് അതൊരു കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായം തന്നെയാണ് സ്വകാര്യ ബസ് വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രതിഷേധമാലും അല്ലാതെ സർക്കാരിനെ ബാധിക്കും. ഒരു മൗത്ത് ഒപ്പീനിയനിൽ വരുമല്ലോ, ജനാഭിപ്രായ രൂപീകരണത്തിൽ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ കരുതുന്ന വീഡിയോ സത്യത്തിൽ എന്തെങ്കിലും കണ്ട് കാണും, എന്തെങ്കിലും ഒരു പൊടിക്കൈകളൊക്കെ ഉണ്ടാവുമായിരിക്കും ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ. ആ ബജറ്റ് പ്രഖ്യാപനത്തിൽ അവരെ കൂടെ ചേർത്ത് അവരെ വിശ്വാസത്തിലെടുപ്പിക്കാൻ പറ്റിയ വലിയ പ്രശ്നമാണ്. അവര് ഡീസൽ സബ്സിഡി അടക്കമുള്ള ആവശ്യങ്ങളാണ്. കാരണം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പോലെ മണ്ണെണ്ണ പോലെ അതുപോലുള്ള ആനുകൂല്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ബജറ്റിൽ അവർക്ക് അനുകൂല്യമായ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും അവർ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ ലജ്നപ്പി പറഞ്ഞൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ ഈ ഒരു വശത്ത് നമ്മൾ KSRTCനെ വലിയ നഷ്ടത്തിലേക്ക് തള്ളിവിടാതെ കൊണ്ടുപോവുകയും ചെയ്യണം, മറുഭാഗത്ത് സ്വകാര്യ ബസ്സുകളെ ഒപ്പം നിർത്തുകയും അവരെ നാശത്തിലേക്ക് പോകാതിരിക്കാനും കഴിയണം. ഇതൊരു സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയാണ്. ഇതിനൊപ്പം നമ്മളെ കോടതി എന്താണെന്ന് അറിയുകയും വേണം. അപ്പം അത്ര സുഖകരമായിരിക്കില്ല ഈ പ്രിയദർശിനി പദ്ധതിയുടെ മുന്നോട്ടുള്ള ഒരു യാത്ര. ഈ പറഞ്ഞ കോടതി അനുകൂലമായാലും സ്വകാര്യ മേഖലയുടെ പ്രതിഷേധം വരുമ്പം അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് സർക്കാർ വരണം. കാരണം KSRTC പദ്ധതി എന്തായാലും പിൻവലിക്കാൻ വേണ്ടി പോകുന്നില്ല, അത് ഉണ്ടാവും. ആ സമയത്ത് സ്വകാര്യ മേഖലയെ കൂട്ടി നിർത്താൻ വേണ്ടി അവർക്കും എന്തെങ്കിലും ആനുകൂല്യം നൽകേണ്ടി വരും. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിടുമോ എന്നാണ് ഇനി അറിയേണ്ടത്.